അമേരിക്കയിൽ അതിങ്ങനെ റെക്കോർഡ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ AI ബൂം നടക്കുകയാണ്. ഒരു യുദ്ധം കുറച്ച് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് ട്രംപിൻ്റെ സൂചന വെച്ചിട്ടുള്ളത്. ഇതിന് 2 കൊല്ലം മുമ്പ് എത്ര വില ഉണ്ടായിരുന്ന എല്ലാ ഇൻഫോസിസൊക്കെ ഏറ്റവും താഴെ നിലയിൽ നിൽക്കുകയാണ്. AI ബൂമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രശ്നം. ഓട്ടോ മാത്രമാണ് ഇന്ത്യൻ സെക്ടറിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഡോളറിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തന്നെ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഫൈനൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇസ്രായേലിന് ഏരിയ വർദ്ധിപ്പിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണയുടെ വീതം കറക്റ്റായിട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ടാവണം. അത് ഓൾറെഡി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. ആത്യന്തികമായിട്ട് അമേരിക്കയുടെ ലക്ഷ്യം ക്രൂഡ് ഓയിൽ മാർക്കറ്റ് പ്രൈസിൽ ചൈനയെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചൈനയ്ക്ക് കിട്ടും. അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളോടുള്ള താല്പര്യത്തിലല്ല അത് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് ക്രൂഡ് ഓയിൽ മാർക്കറ്റ് പ്രൈസിലല്ല ഒരിക്കലും. ഈ അമേരിക്ക മറ്റുള്ളവരെ ഉപരോധിച്ചതെല്ലാം കൊണ്ട്, ഇറാനെ ഉപരോധിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അതിന് ഗുണമുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണഭോക്താവ് ചൈന തന്നെയാണ്. അവർ ഇന്ത്യയിൽ വരുന്നതിന് പകരം കൊറിയയിൽ പോയിട്ട് സാംസങ് സെമി കണ്ടക്ടറാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ 250% അതിൻ്റെ ഈ ഒരു വർഷത്തെ മാത്രം ഗ്രോത്ത്. സത്യത്തിൽ നമ്മുടെ കമ്പനികൾ കണ്ടിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ ഇവിടുത്തെ ഒരു പോപ്പുലേഷനെ കണ്ടിട്ട് തന്നെയാണ് വരും. ഇത് ആദ്യമായിട്ട് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ എല്ലാ മാനിപ്പുലേഷനിലും പെട്ടോളും, അവരുടെ പൈസ നഷ്ടപ്പെട്ടോളും. ആ ഫണ്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. അവസരമില്ല എന്നുള്ളതല്ല, ഇതിലും മെച്ചപ്പെട്ട അവസരങ്ങൾ കൊയ്യാൻ വേണ്ടി അവർ പോയിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ് വിളവെടുത്ത് അവർ വരും. കഴിഞ്ഞ 2 വർഷമായി ഇന്ത്യൻ ഓഹരി വിപണി ഒരു നിശ്ചലാവസ്ഥയിലാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും വിപണി താഴേക്ക് പോകുന്ന അവസ്ഥയാണുള്ളത്. നിക്ഷേപകർ വല്ലാത്ത ആശങ്കയിലാണ്. പക്ഷേ ഇതിനിടയിൽ നമ്മുടെ കമ്പനികൾ 1ാം പാദത്തിൽ നല്ല ഫലമാണ് തന്നിരിക്കുന്നത്. പല മികച്ച കമ്പനികളും കുറഞ്ഞ ചെലവിൽ വാങ്ങാനാവുന്ന ഒരവസ്ഥയാണുള്ളത്. നമ്മുടെ വിപണിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിയാം. ഇതേക്കുറിച്ച് നമ്മോട് സംസാരിക്കാനായി ഓഹരി വിപണി വിദഗ്ധനും കോളമിസ്റ്റുമായ ശ്രീ അഭിലാഷാണ് നമ്മോടൊപ്പമുള്ളത്. പ്രോഫിറ്റ് ഫിനാൻസിലേക്ക് സ്വാഗതം. അഭിലാഷ്, ഞാൻ ഈ ചോദിച്ചതുപോലെ എന്തൊക്കെയാണ് ഓഹരി വിപണിയിൽ ഇപ്പം നടക്കുന്നത്? പലപ്പോഴും നിക്ഷേപകർക്ക് തന്നെ പിടികിട്ടുന്നില്ല. അവർക്ക് നിൽക്കണോ പോണോ എന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റ്, നമുക്ക് ഓഹരി വിപണി മൊത്തം പറയുമ്പോൾ ആഗോള വിപണിയെ കുറിച്ച് പറയേണ്ടി വരും. അത് തന്നെ, നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോൾ ആഗോള വിപണിയെ കുറിച്ച് പറയുമ്പം അമേരിക്കയിൽ അതിങ്ങനെ റെക്കോർഡ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ AI ബൂം നടക്കുകയാണ്. അപ്പോൾ AI ബൂം നടന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഇപ്പോൾ ബലൂൺ പൊട്ടും, ബൂം കഴിയും എന്നൊക്കെ കരുതി നിൽക്കുന്ന ഒരവസ്ഥ അവിടെ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുന്നു. ഡോളർ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അമേരിക്ക യുദ്ധത്തിലാണ് എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ അവരുടെ ഡോളർ കയറുന്നു, അവരുടെ മാർക്കറ്റും കയറുന്നു. ഏഷ്യയിലെ അവരെ പിന്തുടർന്ന് പോകുന്ന ഇപ്പോൾ ജപ്പാൻ കയറുന്നു. ഒരു 2 മാസം മുമ്പ് നോക്കിയാൽ കൊറിയൻ മാർക്കറ്റും 168% ആയിരുന്നു കൊറിയൻ മാർക്കറ്റ് പോയിരുന്നത്. ഇപ്പോൾ നോക്കുമ്പോൾ 100% ഇയർ ഓൺ ഇയർ ഗെയിനിലാണുള്ളത്. ജപ്പാൻ അങ്ങനെ കയറുന്നു. അതിനൊക്കെ അവരുടെ തീരുമാനങ്ങളും ഗവൺമെൻറ്റൽ തീരുമാനങ്ങളൊക്കെ അവരെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ താഴേക്ക് വരുന്നു. റുപ്പി വല്ലാതെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഡോളറിനെതിരെയുള്ള വീഴ്ച കഴിഞ്ഞു. ഇനി നമ്മളിത് നെക്സ്റ്റ് ലെവലിലേക്ക് ജപ്പാനീസ് യെനെതിരെയുള്ള വീഴ്ചയിലേക്ക് പോകുമെന്നുള്ള ഭയം നിൽക്കുന്നു. അപ്പം ഇങ്ങനെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ആളുകൾ പണം തിരിച്ചൊഴുകുന്നു എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അപ്പം യുദ്ധം ഉള്ളപ്പോൾ തന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെ മാർക്കറ്റിന് യുദ്ധത്തിന്റെ ഇമ്പാക്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുമല്ലോ, ഇന്ത്യക്ക് മാത്രമല്ല. അതെ, അത് ഒരു പ്രത്യേക തരത്തിൽ അതങ്ങനെ അങ്ങ് തീർന്നു പോകും എന്ന് കരുതുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഇതൊരു യുദ്ധം കുറച്ച് നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് ട്രംപിൻ്റെ സൂചന വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അതൊക്കെ നടക്കുമ്പോൾ പോലും ഇന്ത്യൻ മാർക്കറ്റിന് തിരിച്ചു കയറാനുള്ള ഒരു ബുദ്ധിമുട്ട് എന്നുള്ളത് വന്നിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ IT സെക്ടർ പകുതിയിലേക്കൊക്കെ ഇയർ ഓൺ ഇയർ ഒക്കെ തന്നെ 2 കൊല്ലം മുമ്പ് എത്ര വില ഉണ്ടായിരുന്ന എല്ലാ ഇൻഫോസിസൊക്കെ ഏറ്റവും താഴെ നിലയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഇൻഡെക്സ് തന്നെ പോന്നിരിക്കുന്നത് വലിയ ലെവലിലാണ്. അതാണ് നമ്മുടെ മാർക്കറ്റിനെ ഇവിടെ ഇങ്ങനെ നിശ്ചലാവസ്ഥയിൽ IT അങ്ങനെ വീണിട്ടും ഇന്ത്യൻ മാർക്കറ്റ് നിൽക്കുന്നു. ബാങ്കിങ്ങും പോന്നെ നിൽക്കുന്നത്. അപ്പോൾ ഇൻഡെക്സ് അസറ്റ്സ് നോക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഒരു നിശ്ചലാവസ്ഥ. ഇവിടെ നമുക്ക് പക്ഷേ പോകാൻ AI ബൂമിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പ്രശ്നം. കൊറിയൻ മാർക്കറ്റിൻ്റെ പിന്നെ ഇത്രയും ഉണ്ടെന്ന് പറഞ്ഞാലും കൊറിയയിൽ നോക്കിയാൽ സാംസങ് ഇലക്ട്രോണിക്സ് ആണ് 250% കയറി അവരെ മുമ്പോട്ട് കൊണ്ടുപോകണേ.
ഓക്കെ. അപ്പം നമുക്ക് അങ്ങനെ ഒരു കമ്പനി ഇല്ല. നമ്മുടെ IT കമ്പനികളെല്ലാം തന്നെ ആന്ത്രോപ്പിക്കും ഡീപ് സീക്കിൻ്റെ ഒക്കെ പ്രശ്നം വന്നപ്പോൾ നമ്മുടെ IT കമ്പനികൾ താഴേക്ക് പൂര ചെയ്തു. പക്ഷേ അവരുടെ റവന്യൂ പോന്നിട്ടില്ല, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് മാറിയിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. പക്ഷെ പോന്നിരിക്കുന്നത് ഇവരുടെ ഈ വില മാത്രമേ താഴേക്ക് വന്നിട്ടുള്ളൂ. അതായത് ഈ AI വരുന്നു, അല്ലെങ്കിൽ ഇതുപോലെ ആന്ത്രോപ്പിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള അത്ര ഒരു ആശങ്കയുടെ പുറത്ത്. പക്ഷേ ആന്ത്രോപ്പിക്കിൻ്റെ കോൺട്രാക്റ്റുകൾ ഇന്ത്യൻ കമ്പനിക്ക് ഇൻഫോസിസിന് കിട്ടുന്നുണ്ട്. അപ്പോഴും നമ്മുടെ ഷെയർസ് എല്ലാം താഴെയാണ് കിടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിന് ഈ ബാങ്കിങ്ങും ഫിനാൻസും IT ആണല്ലോ ഏറ്റവും മെയിനായിട്ട്. പിന്നെ റിലയൻസ് അപ്പുറത്ത് നിൽക്കുന്നു. ഇതാണല്ലോ ഇൻഡെക്സിനെ കൊണ്ടുപോകുന്ന മേജർ ഘടകങ്ങൾ. ഈ മേജർ ഘടകങ്ങളെല്ലാം താഴെയാണ്. ഓട്ടോ മാത്രമാണ് ഇന്ത്യൻ സെക്ടറിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ മഹീന്ദ്രയൊക്കെ വലിയ വിലയിലാണെങ്കിൽ പോലും ഇപ്പം 3400 രൂപയിൽ നിൽക്കുന്നുവെങ്കിലും മഹീന്ദ്രയ്ക്ക് എപ്പിക് മോഡൽസ്, ഇപ്പം താർ റോക്സ്, ഇപ്പോൾ പുതിയ ലൈഫ് സ്റ്റൈലർ വണ്ടിയൊക്കെ വരുമ്പോൾ അവരുടെ സെയിൽസ് ഫിഗേഴ്സ് വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 1,00,000 നിന്ന് 2 കൊല്ലം മുമ്പൊക്കെ ഒരു മാസം 1,00,000 വണ്ടി വിട്ടുകൊണ്ടിരുന്ന മാരുതിയുടെ നമ്പേഴ്സ് 2 lakhsലേക്ക് എത്തി. അത് മാർക്കറ്റ്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ പ്രൈസ് പോയിട്ടില്ല. എപ്പോഴും മാരുതിയൊക്കെ ബൈബിൾ ഓട്ടോ സെക്ടർ ആ ഒരു തരത്തിൽ ഓട്ടോ എല്ലാം. അപ്പോൾ ബാങ്കിങ്ങിൽ ബാങ്കിങ് സെക്ടറിന് പറ്റുന്നൊരു പ്രശ്നം, ഡോളർ ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്ത് പോകുമ്പോൾ, അതിങ്ങനെ ബൂം ചെയ്യുമ്പോൾ, നമുക്ക് റുപ്പി വീക്കൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിൽ ഉള്ള പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ആ സ്റ്റോക്സിൽ സെല്ലിങ് വരും. അപ്പോൾ അതിനെ ആ ഷെയർ അല്ലെങ്കിൽ ഡോളറിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ ഡോളറിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തന്നെ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡീ ഡോളറൈസേഷൻ പൊളിക്കാനുള്ള മെയിൻ. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ബേസിക്കിലേക്ക് നമ്മൾ നോക്കേണ്ടി വരും. ഞാൻ ആദ്യം ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് സെപ്റ്റംബറോട് കൂടി യുദ്ധം അവസാനിക്കും എന്നുള്ള പ്രൊഡിക്ഷൻസും പ്രവചനങ്ങളൊക്കെയാണ്. ഇല്ല, അത് 2030 തീർക്കാൻ താല്പര്യമില്ലാന്ന് ഇറാനും ട്രംപും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അതായത് റഷ്യ യുക്രൈൻ വാർ പോലെ അതിങ്ങനെ കൊണ്ടുകൊണ്ട് നിർബന്ധമാണ്. ഇതിനൊരു ഫൈനൽ ലെവലിലേക്ക് വരുമ്പോഴത്തേക്കും ഇസ്രായേലിന് വ്യാപ്തി അവരുടെ ഏരിയ വർദ്ധിപ്പിച്ചിട്ടുണ്ടാവണം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോകുന്ന എണ്ണയുടെ വീതം കറക്റ്റായിട്ട് അമേരിക്കയ്ക്ക് കിട്ടുന്നുണ്ടാവണം. അത് ഓൾറെഡി ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പം ഇറാനും കിട്ടുന്ന അത് വീതം വെക്കുന്നിടത്തായിരിക്കണം ഇതിൻ്റെ തീരുമാനങ്ങൾ വരുന്നത്. പിന്നെ ക്രൂഡ് ഓയിൽ, ഏറ്റവും ആത്യന്തികമായിട്ട് അമേരിക്കയുടെ ലക്ഷ്യം ക്രൂഡ് ഓയിൽ മാർക്കറ്റ് പ്രൈസിൽ ചൈനയെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ചൈനയുടെ ഏറ്റവും ബേസിക് സാധനം, ചൈനയ്ക്ക് വെനിസ്വേലയിൽ നിന്ന് വെറുതെ ക്രൂഡ് ഓയിൽ കിട്ടിയിരുന്നു. ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് എത്ര കുറച്ച് ബെനിഫിറ്റ് അതിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ബെനിഫിറ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അമേരിക്ക അനുവദിച്ച ബെനിഫിറ്റുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ റഷ്യയിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ചതാണ് മാഡം പറയാൻ പോകുന്നത്. പക്ഷേ ഇത് അമേരിക്ക അനുവദിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയോട് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പറഞ്ഞത്? അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് ചൈനയ്ക്ക് കിട്ടും. അത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നമ്മളോടുള്ള താല്പര്യത്തിലല്ല അത് വന്നിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ യുദ്ധം നടക്കുന്നത് ക്രൂഡ് ഓയിൽ മാർക്കറ്റ് പ്രൈസിലല്ല ഒരിക്കലും. അമേരിക്ക മറ്റുള്ളവരെ ഉപരോധിച്ചതെല്ലാം കൊണ്ട്, ഇറാനെ ഉപരോധിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും അതിന് ഗുണമുണ്ടാക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണഭോക്താവ് ചൈന തന്നെയാണ്. അപ്പോൾ ആ ചൈനയ്ക്ക് ചൈനയ്ക്ക് എങ്ങനെയെന്നുള്ളത് ഓൾറെഡി പറഞ്ഞു. വെനിസ്വേലയിൽ നിന്ന് വെറുതെ എണ്ണ പോലെയാണ് ക്രൂഡ് ഓയിൽ കിട്ടിയിരിക്കുന്നത്. അതിന് വില കൊടുത്തിരുന്നൊന്നുമല്ല അറിഞ്ഞുകൂടാ. ഇപ്പോൾ വെനിസ്വേലയുടെ എണ്ണ മുഴുവനും അമേരിക്ക തന്നെയാണ് ടാപ്പ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ONGCക്ക് സെപ്റ്റംബർ മുതൽ അവിടെ ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള അനുമതി കിട്ടിയെന്നൊരു ന്യൂസ് ഇന്ന് വന്നു കഴിഞ്ഞു. അപ്പോൾ ONGC വാങ്ങാൻ പറ്റുന്നൊരു അവസ്ഥയാണെന്ന് കരുതുന്നു. ഇപ്പം ക്രൂഡ് ഓയിൽ കയറി പോയിട്ട് നമ്മുടെ മാർക്കറ്റിൻ്റെ പ്രശ്നം ഇതാണ്. ക്രൂഡ് ഓയിൽ $120 പോയിട്ടൊക്കെ താഴെ വന്നെങ്കിൽ പോലും ONGCയുടെ റേറ്റ്, ക്രൂഡ് ഓയിൽ കമ്പനിയായ ONGCയുടെ റേറ്റ് ഇപ്പോഴും നഷ്ടത്തിലാണ്, താഴെയാണ്. പിന്നെ സർക്കാർ കമ്പനി ആയതുകൊണ്ടും റെഗുലേഷൻസ് ഉള്ളത് കൊണ്ടും അതിൻ്റെ ലാഭത്തിലല്ലല്ലോ കാര്യങ്ങൾ പോകണം. നമ്മൾ ഫുള്ളി ക്യാപിറ്റലിസ്റ്റ് അല്ല, നമ്മൾ സോഷ്യലിസ്റ്റിക് മാത്രമാണ്. അപ്പോൾ ഈ ചൈനയ്ക്ക് ഇത് പറഞ്ഞ പോലെ, നേരത്തെ പോലെ ചൈനയ്ക്ക് പിന്നെ റഷ്യയിൽ നിന്നൊരു പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് കിട്ടും. ഇപ്പം നമ്മൾ ഇന്ത്യ വാങ്ങുന്നില്ലെങ്കിൽ, റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ മേടിക്കുന്നില്ല എങ്കിൽ ഇത് മുഴുവൻ ചൈനയ്ക്ക് കിട്ടുന്ന ആ പ്രൈസ് അപ്പോൾ അവർ തീരുമാനിക്കുന്ന പ്രൈസ് ആയിരിക്കും. അത് കൊടുത്താൽ കൊടുത്തു. അതേപോലെ അപ്പോൾ ഈ 3 രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇറാനിൽ നിന്ന് കള്ളക്കടത്തായിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും പോകുന്നതും ചൈന നിർബന്ധമായിട്ടും കൊണ്ടുപോകുന്നുണ്ട്, ക്രൂഡ് ഓയിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കാൻ ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിച്ചേ പറ്റൂ. അതിന് നിയന്ത്രണം എന്ന് അമേരിക്കയുടെയും ഇറാൻ്റെയും കൂടെ സംയുക്തമായ ആകുകയും അതിന് ശേഷം പിന്നെ അന്ന് ഇന്ത്യനോടും പറയും നമുക്കും വാങ്ങാം. അപ്പോഴും നമുക്കെപ്പോഴും ഈ റഷ്യയിൽ നിന്ന് കിട്ടിയത് മാത്രമേ ഉള്ളൂ
ക്രൂഡ് ഓയിൽ ഇത്രയും കുറച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസിനല്ലാതെ ഡിസ്കൗണ്ട് പ്രൈസിന് കിട്ടിയിട്ടുള്ളൂ. ഉം. അല്ലാത്തപ്പോൾ അത് മുഴുവനും ചൈനയ്ക്കാണ് ബെനിഫിറ്റ് ആയിട്ടുള്ളത്. സോ ചൈനയുടെ അതുകൊണ്ട് തന്നെ ചൈനയുടെ GDP ഗ്രോത്ത്, ചൈന പിന്നെ ലോക ഭീമനായിട്ട് നിൽക്കുന്നു. പിടിച്ചാൽ പിടിച്ചാൽ കിട്ടാത്ത കിട്ടാത്ത അവസ്ഥയിലേക്ക് അമേരിക്കയിലൊന്നും മാനുഫാക്ചർ ചെയ്യുന്നില്ല. ഉം. ഈ ഇവിടുന്നെല്ലാം മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ചൈനയിലും മാർക്കറ്റിംഗ് കമ്പനികളെല്ലാം അമേരിക്കയിൽ. ഇപ്പം പുതിയ ഇൻവെൻഷൻസ് വരുന്നു. ആ കാര്യത്തിൽ അമേരിക്കയും അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ കമ്പനികളെല്ലാം നമ്മൾ സമ്മതിക്കാതിരിക്കാൻ വയ്യ. ലോകം മുമ്പോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള സാധനങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്ന്, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന, പിന്നെ ജപ്പാനെന്നും കൊറിയന്നൊക്കെ വരുന്നത്. പക്ഷെ നമ്മൾ അതിലൊന്നും, അല്ലെങ്കിൽ നമ്മുടെ IT കമ്പനിയുടെ താഴെ പോകുമ്പോഴും പലപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ നമ്മൾക്കൊരു ഡീപ് സീക്ക് അല്ലെങ്കിൽ ഒരു പുതിയ കമ്പനികളൊന്നും ആകാനോ, നമ്മുടെ IT കമ്പനികൾ ഇപ്പോഴും സ്ക്രൈബിംഗ് കമ്പനികളാണോ എന്നൊരു സംശയം. അവിടെ പുതിയ പേറ്റൻസ് ഇല്ല, അല്ലെങ്കിൽ പുതിയ പ്രൊഡക്ട്സ് ഇല്ല, അല്ലെങ്കിൽ അതിൽ അവിടെയും നമ്മൾ സ്ക്രൈബിങ്ങേ ഉള്ളോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നമാണ് നമ്മുടെ ITക്ക് പറ്റിയത്. അതാണ് നമ്മളെ താഴെ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതുപോലെ ഈ ഡോളറൈസേഷൻ്റെ പ്രശ്നം പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ഡോളറൈസേഷൻ എന്ന് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഡോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡോളറാണ് ഇന്നത്തെ ഗ്ലോബൽ കറൻസി എന്ന് പറഞ്ഞാൽ. അപ്പം അതെല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. അല്ലെങ്കിൽ 1960-കളിലുള്ള അതിൽ ആദ്യം ഡോളർ വാസ് ഈക്വൽ ടു ഗോൾഡ്, നൗ ഡോളർ ഈസ് ഈക്വൽ ടു പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ എന്നുള്ള തരത്തിലൊക്കെയാണ് വന്നത്. പിന്നെ ഡോളറിലല്ലാതെ നമുക്ക് ക്രൂഡ് ഓയിൽ വാങ്ങാൻ പറ്റില്ല. അതൊക്കെയാണ് അമേരിക്കയുടെ ബേസിക് സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കറൻസി ആയിട്ട് ക്രൂഡ് ഓയിൽ ഡോളറിന് പകരം ബദലായിട്ടാണ് പിന്നെ നമ്മുടെ യൂറോ വന്നത്. പക്ഷേ യൂറോ ആ തരത്തിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ ആ ഒരു അക്സെപ്റ്റൻസ് ഉണ്ടായില്ല. അപ്പോൾ ഇതുപോലുള്ള ട്രേഡുകൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഡോളർ തന്നെ നിൽക്കുന്നൊരവസ്ഥ. അപ്പം ചില രാജ്യങ്ങളിൽ ഇപ്പം നമ്മുടെ പിന്നെ പിന്നെ ചൈനയും റഷ്യയും ഇന്ത്യയൊക്കെ അടക്കമുള്ള ആളുകൾ ഡോളർ വേണ്ട തമ്മിലുള്ള കച്ചവടങ്ങൾക്കെങ്കിലും ഒഴിവാക്കി തുടങ്ങുകയും ചെയ്തിരുന്നു. അതിന് ഏറ്റവും വലിയ പ്രശ്നം ഈ ഡോളറൈസേഷൻ്റെ പ്രശ്നത്തിൽ വന്നത് അബുദാബിയൊക്കെ ചൈനയുമായിട്ട് പിന്നെ ക്രൂഡ് ഓയിൽ ഡീൽ ചെയ്തിരുന്നത് ഒക്കെ ഡോളർ ഒഴിവാക്കിക്കൊണ്ടുള്ള ലെവലിലേക്കാണ് പോയിരുന്നത്. അതായിരിക്കാം ഈ യുദ്ധത്തിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് അവിടെ വന്നിട്ടുള്ളത്. നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ഇസ്രായേലിൽ നിന്ന് ഒരു ബോംബ് ഇറാനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ അടിക്കുന്നു, ഇറാൻ നേരെ അടിക്കുന്നത് ഈ അബുദാബിനെയോ ഈ രാജ്യങ്ങളെയാണ് അടിച്ചു. എന്നാൽ അങ്ങനെ അടിച്ചിട്ടുമില്ല, പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഇപ്പം എന്താണ്, ഉടനെ തന്നെ ഡോളർ ഇവിടെ ആവശ്യത്തിന് ഡോളറില്ല എന്ന് പറയുന്നു. ഇപ്പോഴും ഡോളർ തന്നെയാണ് കച്ചവടം നടക്കുന്നത്. ഇപ്പം വീണ്ടും അങ്ങനെ ഡോളർ വീണ്ടും കയറിക്കൊണ്ടിരിക്കുകയാണ്. ഡോളർ വീണ്ടും സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡോളറൈസേഷൻ എന്നുള്ള പ്രോസസ്സ് മിനിമം ഈ ക്രൂഡ് ഓയിൽ മേഖലയിൽ നിന്ന്, ഈ ഒപ്പക്കിൻ്റെ മേഖലയിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റിയിട്ടുണ്ട്. യുദ്ധത്തിൽ കൂടെ പറ്റിയിട്ടുണ്ട്. ഈ 2 വർഷം മുമ്പ് വരെ ഇന്ത്യയാണ് ഇനി ലോക ഓഹരി വിപണിയിൽ നയിക്കാൻ പോകുന്നതെന്നുള്ള ഒരു പറച്ചിലുണ്ടായിരുന്നു 2 വർഷം മുമ്പ് വരെ. പക്ഷേ ഇപ്പോൾ സിറ്റുവേഷൻ മൊത്തം മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നയിക്കേണ്ടാത്തൊരു അവസ്ഥയൊന്നും നമുക്ക് ഇപ്പോഴും ഇല്ല. പക്ഷേ നമ്മുടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, നമ്മൾ 2 വർഷം മുമ്പ് നിൽക്കുമ്പോഴും ഒരു $80 രൂപയിൽ താഴെയായിരുന്നു ഡോളറിൻ്റെ. അതിൻ്റെയും കുറച്ചും കൂടെ 2020 ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് 60 രൂപയ്ക്കാണ് ഡോളർ. ഇന്ന് 96 അപ്പം 50% കൂടുതലാണ് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഡിപ്രീസിയേഷൻ. നമ്മൾ ഒരു ഗ്ലോബൽ ഇക്കണോമിനെ നയിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ അത് തന്നെയാണ്, അങ്ങനെയുള്ള ഡിസ്കഷൻസ് തന്നെയാണ് അമേരിക്കയ്ക്കും അങ്ങനെ തോന്നി. ചൈന മാത്രമല്ല, ചൈനയും അമേരിക്കയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി അവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ലീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ കറൻസി അങ്ങനെ ലീഡിങ് ആയിരിക്കണം, സ്ട്രോങ് ആയിരിക്കണം. നമ്മുടെ കമ്പനികൾ ആ തരത്തിൽ വാല്യൂ കൊടുക്കുന്ന കമ്പനികളായിരിക്കണം, വാല്യൂ കൊണ്ടുവരുന്ന കമ്പനികളായിരിക്കണം. അപ്പോൾ അമേരിക്കയിലെ കോർപ്പറേറ്റ് കമ്പനികളെല്ലാം ഉണ്ടാക്കുന്ന ലാഭത്തിൻ്റെ 30% അവരവിടെ അടയ്ക്കുന്ന തരത്തിലാണ് കിട്ടുന്ന ആ ഒരു വരുമാനമാണ്. അപ്പം നമ്മുടെ കമ്പനികളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ കയറ്റുമതി ഇറക്കുമതി ഒക്കെ പ്രശ്നമാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ഓരോ മാസത്തിൽ തന്നെ $70 ബില്യൺ US ഡോളറിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ ഇറക്കുമതി, സർവീസ് അല്ല, സർവീസ് വേറെ, സർവീസ് നമ്മൾ മാറ്റി നിർത്തിയാൽ ഉൽപ്പന്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ $70 ബില്യൺ ആണ് നമ്മുടെ ഇറക്കുമതി. 40 ബില്യൻ്റെ ചുറ്റുവട്ടത്തിലാണ്, 35-40 ഇടയ്ക്കാണ് നമ്മുടെ ഈ മാസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കയറ്റുമതി. ഈ ഒരു വ്യത്യാസം തന്നെ നമുക്കുണ്ട്. അപ്പം നമ്മുടെ മാർക്കറ്റ്, നമ്മുടെ ഇക്കണോമി അങ്ങനെ അത്ര സഫീഷ്യൻ്റ് അല്ല
ഉൽപ്പന്നങ്ങളുടെ കാര്യം. പിന്നെ നമ്മൾ ബാലൻസ് ചെയ്ത് പോകുന്നത് സർവീസ് കയറ്റുമതിയുടെ ബേസിലാണ്, നമ്മൾ ഈ റെമിറ്റൻസിൻ്റെ ബേസിലാണ് നമ്മളിത് ബാലൻസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഡോളറിന് വില കൂടുമ്പോൾ അതൊരു ഇഷ്യൂ വലിയ വിഷയമല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മാർക്കറ്റിൽ നിന്ന് ഇങ്ങനൊരു ഇറോഷൻ ഉണ്ടായത്, ഈ ഫണ്ടുകൾ മുഴുവൻ വന്ന അതാണ്. അതായത് കഴിഞ്ഞ 2 വർഷം വരെ ഇന്ത്യൻ വിപണിയിലേക്ക് ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ FPI ആയിട്ടും FIIസും FPI രണ്ടുമായിട്ട് വളരെ വലിയൊരു ഒഴുക്കായിരുന്നു. FDI ഒക്കെ എല്ലാം വന്നിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്തുകൊണ്ട് വരുന്നില്ല, അതുതന്നെയാണ് നമ്മൾ നേരത്തെ നമ്മൾ ചോദിച്ചത്. നമുക്കിപ്പോൾ ഈ അടുത്ത് നമ്മൾ ഗോൾഡ് വിറ്റു എന്നുള്ള മാറ്റം വന്നിട്ടുണ്ട് അല്ലേ ഈ അടുത്ത അത് പിന്നെ നമ്മുടെ മാർക്കറ്റിലേക്ക് പൈസ വരേണ്ട സമയം കഴിഞ്ഞു, പണം എത്തേണ്ട സമയം കഴിഞ്ഞു. എമർജിങ് മാർക്കറ്റ് എന്നുള്ള നിലയിൽ കൊറിയയും ചൈനയും കൊറിയയും ഇന്ത്യയും ഇന്തോനേഷ്യയും ഒക്കെ ആയിരുന്നു ഒരേ ലെവലിൽ നിന്നിരുന്നത്, വിയറ്റ്നാം ഒക്കെ. അതിൽ കൊറിയ എങ്ങോട്ടോ പോയി. കൊറിയയിൽ അവിടെ ഇൻവെൻഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കമ്പനികൾ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ പിന്നെ AI ലെവലിലുള്ള സെമി കണ്ടക്ടർ കമ്പനികൾ. ഇപ്പോൾ ഇന്ത്യയിലും നമ്മുടെ സെമി കണ്ടക്ടർ ലെവലിലുള്ള കമ്പനികൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇസ്മോ, മോസ്ചിപ്പ്, അതുപോലെ നമ്മുടെ പിന്നെ CG പവർ, അതുപോലുള്ള കമ്പനികളെല്ലാം തന്നെ ലിസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കമ്പനികൾ അതെല്ലാം മുമ്പോട്ട് പോയി. അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ മുമ്പോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കിവിടെ അങ്ങനെ ഒരു ലീഡ് ചെയ്യാനുള്ള ആ ഫണ്ട് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ ഉണ്ടായില്ല. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ചില തീരുമാനങ്ങളും ഇതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും, ഫണ്ട് ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി. ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ, എല്ലാവർക്കും ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും അതുപോലെ തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ, കാരണം അവർക്ക് നോക്കിയാൽ അറിയാം, ഈ നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നു. 2020 ഇവിടെ നമുക്ക് പണം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻഫോസിസിൻ്റെ വില ഇപ്പോൾ 1100, 1200 റേഞ്ചിൽ നിൽക്കുന്നു. ഇപ്പോൾ 2020 അതിന് 700 രൂപയുള്ളൂ, 750 രൂപയുണ്ട്. ആ ഷെയർ മേടിക്കണം എന്നുണ്ടെങ്കിൽ $1 വിറ്റാൽ ഒരു ഷെയർ $10 വിറ്റാൽ വിറ്റിട്ട് വേണം ഇവിടെ മേടിക്കാൻ. ഇപ്പോൾ അവർ 2000 വരെ പോയിരുന്നു നോക്കെ. ഇപ്പോൾ വിറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർ ഇപ്പോൾ അവർ വിറ്റിട്ടില്ലെങ്കിൽ ഇപ്പോൾ 1200 രൂപ കിട്ടുന്നത്. അപ്പോൾ അത് ആ 1200 രൂപയ്ക്ക് എത്ര ഡോളർ കിട്ടും? $1000, $10 തന്നെ കിട്ടുള്ളൂ. $11 കിട്ടും. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പോൾ ഷോർട്ട് ടൈം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് 12% പോകണ്ടേ? അപ്പോൾ ഫ്ലാറ്റായി, തീരുമാനമായി. സോ അതേ സമയത്ത് അതേ കമ്പനി, അതേ ഗ്ലോബൽ ഫണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവർ ഇന്ത്യയിൽ വരുന്നതിന് പകരം കൊറിയയിൽ പോയിട്ട് സാംസങ് സെമി കണ്ടക്ടറാണ് മേടിച്ചിരിക്കുന്നതെങ്കിൽ 250% അതിൻ്റെ ഈ ഒരു വർഷത്തെ മാത്രം ഗ്രോത്ത്. ഒരു വലിയ പ്രശ്നമാണ്. സോ ദിസ് മസ്റ്റ് ബി ആൻസർഡ്. ഇവിടെ വരുമ്പോൾ എന്തൊക്കെ ഇപ്പോൾ ടാക്സ് കൊടുക്കണം എന്നുള്ളത് അവർ കൺസിഡർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഇപ്പോൾ STT വന്നപ്പോൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ STT കൂടി വന്നപ്പം അവരല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാം. ഇവിടുത്തെ ഒരു സത്യത്തിൽ നമ്മുടെ കമ്പനികൾ കണ്ടിട്ട് എന്നുള്ളതിനേക്കാൾ ഉപരി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ ഇവിടുത്തെ ഒരു പോപ്പുലേഷനെ കണ്ടിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ആ പോപ്പുലേഷൻ്റെ കയ്യിലുള്ള ഫണ്ട് മീൻസ് ലൈക്ക് അവർ ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. ഡെറിവേറ്റീവ്സിലെ മാനിപ്പുലേഷൻസ് നടക്കുന്നുണ്ട്. ആ മാനിപ്പുലേഷനിൽ സത്യത്തിൽ പറഞ്ഞ ഒരു പിന്നെ ചാർട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു മാനിപ്പുലേഷൻ സോൺ തന്നെയുണ്ട്. മനസ്സിലായത് നമ്മൾ ഒരു അക്യുമുലേഷൻ നടന്നു, ദെൻ മാനിപ്പുലേഷൻ എന്നാണ്. അപ്പോൾ ആ മാനിപ്പുലേഷൻ സോണിൽ നമ്മളെല്ലാം പെട്ടുപോയിക്കോളും. അതായത് ആദ്യമായിട്ട് മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ എല്ലാ മാനിപ്പുലേഷനിലും പെട്ടോളും, അവരുടെ പൈസ നഷ്ടപ്പെട്ടോളും. ആ ഫണ്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലേക്ക് വരുന്നത്. ആണ് അതിൻ്റെ. അപ്പം അതിന് പിന്നെ ഇവിടെ പക്ഷേ അതിനുള്ള റെസ്ട്രിക്ഷൻസ് വരുമ്പം STTയിൽ ഇത്രയും ടാക്സ് വരുമ്പം അങ്ങനെയുള്ള കാര്യം. അപ്പോൾ അതിലൊരു ധനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് അങ്ങനെ അവരുടെ ഉദ്ദേശശുദ്ധി പറഞ്ഞത് മീൻസ് ലൈക്ക് ആളുകളുടെ പണം നഷ്ടപ്പെടുന്നു, 90% ആൾക്കാരും നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഈ STT അതിൽ ഇപ്പോൾ 10 കൊല്ലമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ കൊണ്ടുവന്ന ചില ഇൻഡെക്സിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ടൈമിങ്ങിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇപ്പോൾ ക്ലോസിങ് പ്രൈസിങ്ങിലും അതും ഇപ്പോൾ അത് ആളുകൾക്ക് മനസ്സിലായി. ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരെ വീണ്ടും കർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അങ്ങനെയല്ല, മാർക്കറ്റിൽ കുറച്ചുകൂടെ സുതാര്യത വരുത്താൻ വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പണം അവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ഫണ്ട് ഇവിടെ വരുന്നത്. അതിൽ കൂടുതൽ ഇവിടെ കെർബിങ്സ് വരും. ഇതൊന്നും വേറെ എവിടെയും ഇല്ല.
അപ്പോൾ മാനിപ്പുലേഷൻസ് മാർക്കറ്റിൽ അനുവദനീയമായ ഒരു കാര്യമാണ് ഗ്ലോബലി. ഉം. അമേരിക്കയിൽ ഇപ്പോൾ നമ്മളിവിടെ ഏത് ഷെയർ ആണെങ്കിലും ഇന്നലെ ഒക്കെ കഴിഞ്ഞ ദിവസം പക്ഷെ അവിടെ ഇൻവെസ്റ്റേഴ്സ് അവെയർ ആയിരിക്കും ഇത്തരം കാര്യങ്ങളിൽ. അതിന് ആ അവയർനെസ്സിന് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇങ്ങനെ ടോട്ടലി എല്ലാവരെയും കൂടി ഇങ്ങനെ ഒരു ടാക്സിങ് കൊടുക്കുക എന്നുള്ളതല്ല. ടാക്സിങ് വരുമ്പോഴത്തേക്കും ഇപ്പം എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനും ടാക്സ് ഉണ്ട്, നമ്മൾ എന്തെങ്കിലും വിൽക്കുന്ന സ്ഥലത്തിനും പറമ്പും വിൽക്കുമ്പോഴാണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരേണ്ടത്. ഉം, ഉം. അതിനും ഒരേ നിലയ്ക്കാണ് ടാക്സ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളവരുടെ ഒരു 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 പ്രശ്നം. ഉം. അഭിലാഷ്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മൾ ചില IT സെക്ടറൊക്കെ പോലെയുള്ള കമ്പനികൾ പറഞ്ഞു. അതല്ലാതെ നോക്കി അവയാണെങ്കിൽ പോലും ശരിക്കും ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വാല്യുവേഷനിലല്ലേ കമ്പനികളുടെ ഷെയർസ് നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാർക്ക്? നമ്മുടെ വിപണിയെ ഒരു പരിധിയിൽ നിന്ന് താഴേക്ക് പോവാതെ പിടിച്ചു നിർത്തിയത് ഇന്ത്യയിലെ DIIസിൻ്റെ ഒരു പ്രകടനമായിരുന്നു. അപ്പോൾ അത്തരം ആഭ്യന്തര നിക്ഷേപകർക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റുന്ന ഒരു അവസരമല്ലേ? ഇന്ത്യയിൽ ഇപ്പോഴും DIs വാങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. വാങ്ങിയില്ലെങ്കിൽ മാർക്കറ്റ് എങ്ങോ പോയിട്ടുണ്ടാവും, വാങ്ങിക്കൊണ്ടേ ഇരുന്നില്ലെങ്കിൽ. ഫണ്ടുകൾ ഡൊമസ്റ്റിക് ഫണ്ടുകൾക്ക് ഫണ്ട് കിട്ടുന്നുമുണ്ട്. അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ അത്യാവശ്യം നല്ല നിലയ്ക്ക് നിൽക്കുന്നത്. ഇപ്പോൾ ഈ IT-യുടെ ഒരു കാര്യം സ്പെസിഫിക് ചോദിച്ചത് കൊണ്ട് പറയാം. IT-യിൽ ഒരു ഒരു എന്തുകൊണ്ടാണ് നമുക്കത് ഒരു സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഗ്രോത്ത് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനാണല്ലോ ഇവിടെ പ്രശ്നം വന്നിരിക്കുന്നത്. ആ ഗ്രോത്ത് ഉണ്ടാവുമോ, ഇനിയും ഭാവി ഉണ്ടോ, ഭാവി ഇല്ല എന്നൊക്കെ ഉള്ള ആർട്ടിക്കിൾസ് കണ്ടമാനം വരികയും ചെയ്തു. ഇപ്പോൾ ഇപ്പം തന്നെ CLSA ഇന്ത്യൻ IT കമ്പനികളെല്ലാം ഡൗൺഗ്രേഡ് ചെയ്തു. മാർക്കറ്റ് പ്രൈസിനേക്കാളും 10-20% താഴെയാണ് അവരുടെ ബൈ പ്രൈസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഇപ്പം അമേരിക്കൻ ഡെപ്റ്റ് ഫണ്ടുകൾ അല്ലെങ്കിൽ അമേരിക്കൻ കോർപ്പറേറ്റ് ഫണ്ടുകളാണ് ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ആയാലും പിന്നെ JP മോർഗൻ ആയാലും അല്ലെങ്കിൽ മാക്കോറി ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റോൺ അല്ലെങ്കിൽ ബ്ലാക്ക് റോക്ക്, ഇവരൊക്കെയാണ് ഇവിടെയുള്ള കമ്പനികളെല്ലാം വാങ്ങിക്കൂട്ടുകയും അതിൽ നിന്നുള്ള ലാഭം കൊയ്യുകയും ചെയ്യും. അപ്പോൾ ഇവരൊക്കെ അങ്ങനെ ഒരു ടാർഗറ്റ് പറഞ്ഞിരിക്കുമ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം വിൽക്കുകയും ചെയ്യും, അവർ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഇവർ ടാർഗറ്റ് പറയുമ്പോൾ തന്നെ നമ്മൾ ആ ടാർഗറ്റിൽ എത്തിയിട്ട് വാങ്ങാൻ നിൽക്കും ഇവിടെയുള്ള ആൾക്കാർ. ഇപ്പോൾ ഇട്ടിട്ട് ചിലപ്പോൾ ഇവർ ഇന്ന് തന്നെ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു ഒക്കെയാണ് മാനിപ്പുലേഷൻ. മാർക്കറ്റ് ഈസ് ഒരു ഊഹക്കച്ചവടം എന്ന് പറയുന്ന സാധനം മാത്രമാണ് മാർക്കറ്റിൽ എപ്പോഴും എന്നും മാർക്കറ്റ് അതിലാണ്. മാർക്കറ്റിൽ ഡേറ്റയ്ക്ക് എന്താണ് കാര്യം? ഇപ്പോൾ ഒരു ഡേറ്റ വന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൊമെൻറ്റം കഴിഞ്ഞ ആഴ്ച തുടങ്ങിയിട്ടില്ലേ? ഇപ്പം ഇന്നൊരു കമ്പനിയുടെ റിസൾട്ട് വരുന്നു, ആ റിസൾട്ട് വന്ന് നാളെ പ്രോഫിറ്റിൽ എഴുതിയിട്ട് വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ആൾ എഴുതിയിട്ടോ അല്ലെങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്തിട്ടോ ഒരു ബ്രോക്കർ ഇൻഫോം ചെയ്തിട്ടോ വേണം ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ആദ്യമായിട്ട് വരുന്ന ആളത് വാങ്ങാൻ. ഇതിനു മുമ്പേ ഇന്നലെ തന്നെ ട്രേഡേഴ്സ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ് ഇന്നലെ എക്സിറ്റ് ചെയ്ത ഷെയറാണ് നമ്മൾ ഇന്ന്. അതുകൊണ്ട് തന്നെ ഈ ഷെയർ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ആ ആൻറ്റിസിപ്പേഷൻ നേരത്തെ വന്നിട്ടുണ്ട്. അതിന് ബേസ്ഡുള്ള അനാലിസിസും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഫണ്ടുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ച് വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് അത് കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. കാരണം ഇപ്പോൾ മാരുതിയുടെ സെയിൽസ് ഇത്രയും കൂടി, ഒരു എല്ലാ മാസത്തെ 1-ാം തീയതി ഈ ഓട്ടോ കമ്പനികളുടെ എല്ലാം തന്നെ സെയിൽസ് പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ, ഞാനിപ്പം വലിയൊരു മഹീന്ദ്രയുടെ ഒരു ഫാൻ ആണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ഫിഗർ എടുത്ത് നോക്കുക, അല്ലെങ്കിൽ ടാറ്റ PVയുടെ ഫിഗർ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ റവന്യൂ ഓൾമോസ്റ്റ് കിട്ടി. എത്ര യൂണിറ്റ് വിറ്റു, അത് ഏതൊക്കെ വണ്ടിയാണെന്ന് അറിയില്ല, എന്നാൽ തന്നെ നമുക്ക് റവന്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ അതിൻ്റെ മാർജിൻ കമ്പനി മറ്റൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർജിനും ഏകദേശം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ ഇരിക്കുന്ന CAസിനോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് അല്ലെങ്കിൽ ഇതുമായിട്ട് വളരെ വെൽ വേഴ്സ്ഡ് ആയിരിക്കും ഈ ഇൻഡസ്ട്രി അറിയാവുന്ന ആൾക്കാർക്ക് ഒക്കെ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇതിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ബൈയിങ് ഡിസിഷൻസ് അവർക്ക് എടുക്കാനും പറ്റും. അല്ലെങ്കിൽ അതൊരു റീറ്റെയിൽ എത്തുന്ന സമയത്താണ് റീറ്റെയിലേഴ്സിനും പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ അത് കൊള്ളാം ഇത് കൊള്ളാം എന്നുള്ളതൊക്കെ കേട്ടുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റിൽ നേരത്തെ പറഞ്ഞ ഊഹക്കച്ചവടം എന്നുള്ളൊരു തരത്തിലേക്ക് പോകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഊഹമല്ല, അതിന് ഡേറ്റ അല്ലെങ്കിൽ അതിനൊരു ഇപ്പോൾ ഒരാളൊരു ഷെയർ വാങ്ങാൻ പറയുമ്പോഴും ഞാൻ ആളുകൾ പറയാറുണ്ടായിരുന്നത് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ആരെങ്കിലും സജസ്റ്റ് ചെയ്യുമ്പോൾ അത് പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിക്കണം. മനസ്സിലാക്കി അതിനൊരു റീസൺ എന്താണ്, അല്ലെങ്കിൽ ഒരു ഭാവി അപ്പോൾ ഒരു കമ്പനി അല്ലെങ്കിൽ ബേസിക്കലി ഒരു കമ്പനി തുടങ്ങിയപ്പോൾ നിങ്ങളുടെ ഒരു കമ്പനി തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പദ്ധതികൾ പറയും. അങ്ങനെയല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക? അപ്പോൾ നിങ്ങളുടെ പദ്ധതികൾ പറയുന്നു, അതിനുശേഷം പിന്നെ ഇത്ര സമയം കൊണ്ടുണ്ടാവുന്ന ടേൺ ഓവറിനെ കുറിച്ച് പറയുന്നു, അതിനുള്ള മാർജിനെ കുറിച്ച് പറയുന്നു. ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് ഇത് മൊത്തം
വരച്ച് കാണിച്ചാൽ മാത്രമാണല്ലോ ഇൻവെസ്റ്റർ അതിനകത്ത് സ്റ്റാർട്ട് ചെയ്യുക. അതിന് ശേഷം പിന്നെ ഇതിൻ്റെ ഫയൽസ് നോക്കേണ്ടി വരും. അപ്പോൾ എല്ലാ മാസത്തെ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഉള്ള റിസൾട്ടുകൾ കമ്പനികളുടെ അനലൈസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ചാർട്ടിങ്ങിലേക്ക് മാത്രം പോവാതിരിക്കുക. ആളുകളുടെ പ്രശ്നം ആളുകൾ ചാർട്ട് മാത്രം നോക്കുന്നു. പക്ഷേ ചാർട്ട് ഹിസ്റ്ററിയാണ്. ചാർട്ട് നോക്കണം, ചാർട്ടിനെ തള്ളി പറയല്ല. ആ ഒരു ചാർട്ടുകളുടെ പുറകെ തന്നെ ആയിരിക്കണം. നമുക്ക് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം, നമ്മൾ നോക്കുന്ന കീ പോയിന്റുകൾ വേണം. അതൊന്നും വ്യത്യാസമില്ല. പക്ഷേ ഈ ഇവൻസും കൂടി മാർക്കറ്റിനെ കൊണ്ടു നടക്കുന്നത് ഇവൻസ് ആണെന്നും, ഒരു കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു വഴിത്തിരിവ്, ഒരു ഷെയർ കയറാനൊരു കാരണം ഉണ്ടാവും. ഇപ്പോൾ ഒരു ഡീൽ സൈൻ ചെയ്തു, HALനൊരു പുതിയ ഡീൽ കിട്ടി, അല്ലെങ്കിൽ HALൻ്റെ ഡീൽ വേറെ ആൾക്ക് കിട്ടി. അപ്പം ഒക്കെ വരുമ്പോൾ നമുക്കിത് കണക്ട് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുമ്പോഴാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻസ് നന്നായിട്ട് ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ ഇവിടെ അവസരമില്ല എന്നുള്ളതല്ല, ഇതിലും മെച്ചപ്പെട്ട അവസരങ്ങൾ കൊയ്യാൻ വേണ്ടി അവർ പോയിരിക്കുകയാണ്. കൊയ്ത്ത് കഴിഞ്ഞ് വിളവെടുത്ത് അവർ വരും. വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ വിപണി. പക്ഷേ വരുന്ന സമയത്ത് നമ്മളിവിടെ വരമ്പുകൾ കെട്ടിയിട്ടുണ്ട്. ഈ വരമ്പുകൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഒഴുകി വരാനാണെങ്കിൽ, അപ്പോൾ അത് അവരുടെ ഒരു ഏറ്റവും വലിയ പ്രശ്നം ഈ ടാക്സേഷൻ തന്നെയാണ്. 2 ഫോൾ ചെയ്യുന്ന റുപ്പി വാല്യൂ. കാരണം അവർ ഒരിക്കലും വരുന്നത്, നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്നത് ഈ മാസം പൈസ ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നാളെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫണ്ടുകൾ വരുന്നത് അങ്ങനെയല്ല. അവർ വരുന്നത് ഒരു ലോങ് ടേം വ്യൂവിലാണ് വരുന്നത്. ഇവരിവിടെ വന്ന് നിന്ന് അങ്ങനെയുണ്ടല്ലോ. നമ്മൾ ഈ ചെറിയ കിളികൾ വന്നിട്ട് എന്താ പറയുക, നെൽക്കതിർ കുത്തിക്കൊണ്ട് പോകുന്നു, എളുപ്പമുള്ള പരിപാടിയാണ്. നമ്മൾ അങ്ങനെ പോകുന്ന ആൾക്കാരാണ് റീറ്റെയിലേഴ്സ്. പക്ഷെ അവരങ്ങനെയല്ല. അവർ നില ഒരുക്കി സെറ്റ് ചെയ്ത് കൃഷി ചെയ്ത് മൊത്തമായിട്ട് കൊണ്ടാവുന്ന രീതിയിൽ ഒരു ഹോൾസെയിൽ വരവാണ് ഫോറിൻ ഫണ്ടുകൾ വരാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാഹചര്യങ്ങൾ ഇല്ലെങ്കിൽ അവരൊന്നും മടിക്കും. അല്ലെങ്കിൽ അതിലും നല്ല മികച്ച സാഹചര്യങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിലും അവർ മടിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് വരേണ്ട പൈസയും കൂടി പല കാരണങ്ങൾ കൊണ്ട് കൊറിയയിലേക്ക് പോയതാണ്, അല്ലെങ്കിൽ കൊറിയ ചാമ്പ്യൻ ആയതാണ് കൊറിയയിൽ. അപ്പോൾ അതുപോലെ തന്നെ നാസ്ഡാക്കും ഇപ്പോൾ ഈ ഫണ്ടുകളൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഇപ്പോൾ CLSA അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നോമുറ ജപ്പാനിൽ നിന്നും, CLSA ഹോങ്കോങ്ങിൽ നിന്നും ഒക്കെയാണ്, അല്ലെങ്കിൽ അബുദാബി ഫണ്ടൊക്കെയാണ് ഇവിടെ ഉള്ള ഫണ്ട്. ബാക്കിയെല്ലാം അമേരിക്കൻ നെയിംസാണ്. അപ്പോൾ നാസ്ഡാക്ക് അവിടെ കിടക്കുകയാണ്. അവിടെ പിന്നെ ബോണ്ട് ഈൽഡ് 5% നിൽക്കുകയാണ്. വൈ ഷുഡ് അവരിവിടെ വരേണ്ട കാര്യം എന്താ? അപ്പോൾ അതുകൊണ്ടൊരു അങ്ങനെ ഒരു സംഭവം കൂടെയുണ്ട്. അപ്പോൾ ഒരിക്കലും ഡോളർ താഴേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വാറിങ് ടൈമിൽ അമേരിക്കനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്ക ഇക്കണോമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരുടെ ഡോളറിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്ട്രെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയങ്ങളാണ്. അഭിലാഷ് പറഞ്ഞ പോലെ FIIs ഇവിടെ വരാൻ അവർ വേറെ രാജ്യത്ത് വിളവെടുക്കാൻ പോയിരിക്കുകയാണ്. ഈ സമയം നമുക്ക് നല്ലതല്ലേ? DIIsന് നല്ലതല്ലേ? ആഭ്യന്തര നിക്ഷേപകർക്ക് നല്ലതല്ലേ? നമ്മളിവിടെ അവരുടെ വരവ് വൈകും തോറും ഇവിടെ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള ഫണ്ടുകൾ ഇറങ്ങുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നും മാർക്കറ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ DIIസും FIIസും ഇക്വിറ്റിയിൽ മേടിച്ച ദിവസം ഇന്നലെ മാർക്കറ്റ് 0.5% ഡൗൺ ആണ്. ഡെറിവേറ്റീവ്സിൽ അതങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സപ്പോർട്ട് ലെവൽ എടുത്ത് തന്നെ ഇനിയിപ്പം കയറി പോകാൻ വേണ്ടി പറ്റുള്ളൂ. അവർ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാണുന്നൊരു സംഭവിച്ചാൽ FIIs ഇവിടെ ഡിസ്കൗണ്ട് ടാർഗറ്റുകൾ തന്നിരിക്കുന്നത്, ഡിസ്കൗണ്ട് ടാർഗറ്റ് അവർ വാങ്ങാൻ വേണ്ടിയിട്ടും കൂടി ആയിരിക്കണം. ഡിസ്കൗണ്ട് ടാർഗറ്റുകൾ നമ്മളൊരു ഹയർ ടാർഗറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ അവർ എക്സിറ്റ് ചെയ്യാനാണെന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അവർ ഡിസ്കൗണ്ട് ടാർഗറ്റുകൾ തന്നിട്ടുണ്ട്, അവരിവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ അവരുടെ റേറ്റിലേക്ക് എത്തുമ്പോൾ അവർ വാങ്ങുകയും നമ്മൾ വാങ്ങാതിരിക്കുകയും ചെയ്യും. കാരണം നമ്മളൊരു പ്രത്യേക ലെവലിൽ ചെയ്യുമ്പോൾ, അപ്പോൾ അങ്ങനെ റീറ്റെയിലേഴ്സിന് അങ്ങനെ ഒരു പ്രശ്നം കൂടി അവിടെ വരാം. അപ്പോൾ വാങ്ങാൻ പറ്റുന്നൊരു സമയമാണ് ഈ പറഞ്ഞ സെക്ടറുകൾ നോക്കിയിട്ട്. ഇപ്പോൾ സിമെൻറ്റ് സെക്ടർ ഒത്തിരി താഴെയാണ്, ഇൻഫ്ര താഴെയാണ്, ഫെർട്ടിലൈസർ നല്ല റിസൾട്ടുകളാണ്. ഇവിടെയൊക്കെ ഫിഗേഴ്സ് കാണണം. ഞാൻ ഓരോ ദിവസവും ഓരോ 100 കമ്പനികളിൽ 150 കമ്പനി ഇപ്പോൾ റിസൾട്ടുകൾ കഴിഞ്ഞുള്ളൂ, Q1 കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആ റിസൾട്ട് നോക്കിയാൽ, അപ്പോൾ അവിടെ ചില കമ്പനികളുടെയൊക്കെ റിസൾട്ടുകൾ നോക്കിയാൽ അവരുടെ മാർക്കറ്റ് ക്യാപ്പ്, അവരുടെ ആനുവൽ റവന്യൂ ഒക്കെ സെയിമാണ്. അവിടെ ഇനിയും എത്രയോ കയറാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്സ് കണ്ടെത്തുക എന്നുള്ള ഒരു ഉദാഹരണത്തിന്, മറ്റേ റെയിൻ ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ ഒത്തിരി ഹൈ ആണ്, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്, പക്ഷേ മാർക്കറ്റ് ക്യാപ്പ് ഒക്കെ ചെറുതാണ്. അതുപോലെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് തന്നെ ഞാൻ കണ്ടത് യുഫ്ലെക്സ് ഇൻഡസ്ട്രി വൈസ് നല്ലതാണ്. ഇപ്പോൾ നെക്സ്റ്റ് റിസൾട്ടിന് വേണ്ടി എല്ലാവരും കാത്തു നിൽക്കും. പിന്നെ ഒരു പെട്ടെന്ന് കയറിയെങ്കിലും അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ വരും. ഒരു നല്ല റേറ്റിൽ വരുമ്പോൾ ആ സെക്ടറൊക്കെ വാങ്ങാവുന്നതാണ്, ആ സ്റ്റോക്ക് വാങ്ങാവുന്നതാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ, ഇപ്പോൾ നമ്മളിവിടെ നിന്നുകൊണ്ട് പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നാളത്തെ കാര്യം, നമുക്ക് നാളെ നമുക്കൊരു ഗെയിൻ വേണം എന്നുള്ളൊരു ലെവലിലാണെന്നുണ്ടെങ്കിൽ
ഇന്ത്യൻ മാർക്കറ്റ് ഒരു വലിയ പ്രശ്നത്തിലാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. പക്ഷേ ഒരു 2030 നിങ്ങൾക്ക് ഈ പൈസ വേണ്ടത്, അല്ലെങ്കിൽ അന്നത്തേക്കാണ് നിങ്ങൾക്കൊരു റിട്ടേൺ വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് ഓപ്പർച്യൂണിറ്റിയാണ്. പൊതുമേഖലാ ബാങ്കുകളുടെയൊക്കെ റവന്യൂവും നെറ്റ് പ്രോഫിറ്റും മാർക്കറ്റ് ക്യാപ്പൊന്നും തമ്മിലൊരു ബന്ധവുമില്ല. നമ്മൾ ഒത്തിരി താഴെ ഒരു നല്ലൊരു വാല്യുവേഷനിലാണ് ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഫിനാൻസ് കമ്പനികൾ. ഇപ്പോൾ ബജാജ് ഫിനാൻസോ ബജാജ് ഫിനാൻസൊക്കെ എല്ലാം നല്ല റേറ്റിലാണ്, മീൻസ് വല്ലാതെ കയറി പോയിട്ടില്ല. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് വിപണിയിൽ അധികം ഇടപെടാതെ മാറി നിൽക്കുന്ന നിക്ഷേപകർക്കും പുതുതായിട്ട് വിപണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു അവസരമാണ് ഇപ്പോഴെന്നാണ്. ഒരു ലോങ് ടേം നോക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് ഇതൊരു ഈ പറഞ്ഞതുപോലെ ഒരു അവസരമായി കാണുകയും നല്ല സെക്ടറുകൾ സെലക്ട് ചെയ്ത് അതല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ഇപ്പോൾ വരുന്ന NFOs വരുന്നത് കൺസിഡർ ചെയ്യാം. ഓഹരി വിപണിക്ക് സംഭവിച്ച പോലെ തന്നെ IPOകളും എല്ലാം മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ അടുത്തൊരു ബൂം വരുമെന്നാണോ അഭിലാഷിൻ്റെ അഭിപ്രായം? കുറച്ച് ഫണ്ടും കൂടി പുറത്തുനിന്ന് വന്ന് വരുന്നതോടുകൂടി ആ ഒരു ടേൺ ഇന്ത്യയിലേക്ക് ഫണ്ട് ഒഴുകെത്തുന്നതോടുകൂടി ഒരു കുതിപ്പ് വരാം. കാരണം തീരുമാനങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഈ ടാക്സിൻ്റെ കാര്യത്തിലൊന്നും മാറ്റങ്ങളില്ല എന്ന് ഓൾറെഡി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു.